ഇന്നത്തെ റെസിപ്പി ഒരു ഇഫ്താർ സ്നാക്കാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് കാണാനൊരു കിളിക്കൂട് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ കിളിക്കൂട് എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്. നമ്മൾ ഉന്നക്കായിൽ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന പഴമില്ല, കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴം, അങ്ങനത്തെ പഴമാണ് എടുക്കേണ്ടത്. ഒരുപാട് പഴുത്ത പഴം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് വേവിച്ചിട്ട് ഉടച്ചെടുക്കും. ആ ഉടച്ചെടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് വെള്ളം കയറിയ പോലെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പഴുത്ത പഴം എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പഴത്തിനെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വേവിക്കുക, അതല്ലെങ്കിൽ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാനിവിടെ വെള്ളത്തിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പഴം ചെറുതായി മുറിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പഴം മുങ്ങിക്കിടക്കാൻ വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പഴത്തിന് മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പഴം വെന്ത് വരുന്ന സമയത്ത് എങ്ങനെ മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പഴം തൊലിൻ്റെ പുറത്തേക്കായിട്ട് ഇങ്ങനെ വരും. അത്ര വരെ നമ്മളിതിനെ വേവിച്ചെടുക്കണം. ഇപ്പോൾ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പഴം കുറച്ചുകൂടി ഇങ്ങനെ തൊലിൻ്റെ പുറത്തേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റാം. നമ്മളിത് ഉടച്ചെടുക്കുന്ന സമയത്ത് ചൂടോടുകൂടി ഉടച്ചെടുക്കണം, എങ്കിൽ മാത്രമേ നല്ലോണം ഉടച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിനെ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കാം. ഉടച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുത്തുന്ന ഇതില്ല, അതിനെ കൊണ്ട് ഉടച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റീലിൻ്റെ ഒരു മഗ് വെച്ചിട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഉടച്ചെടുക്കുന്ന സമയത്ത് ഈ പഴത്തിന് നടുക്കുള്ള ഈ ഒരു കറുപ്പ് മാറ്റണം. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ മുഴുവൻ പഴത്തിൻ്റെയും കറുപ്പിങ്ങനെ മാറ്റിയിട്ട് വീണ്ടും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് ഈ തേങ്ങയും പഞ്ചസാരയിലിട്ടിട്ട് വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ചേർത്തത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. ഈ ഒരു പഞ്ചസാരയും തേങ്ങയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കറുപ്പ് മുന്തിരിയാണ് ചേർക്കുന്നത്. ഇത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ തേങ്ങ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി, തേങ്ങയുടെ കളറൊന്നും മാറരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങ നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച പഴത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പഴം കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പഴം കുറച്ച് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഈ തേങ്ങ ഈ ഒരു പഴത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ പഴത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി നമ്മൾ കട്ട്ലറ്റിനെല്ലാം ചെയ്യില്ലേ അതുപോലെ ചെയ്യാം. എന്നിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു നെസ്റ്റ് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് മുഴുവൻ പഴവും ആദ്യം ചെയ്ത് വെക്കാം. അപ്പം ഞാൻ മുഴുവൻ പഴവും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുട്ട ചേർക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് മൈദയിൽ കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി.
ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പഴം ഓരോന്നായിട്ട് ഈ ഒരു മുട്ടയിൽ മുക്കിയെടുക്കാം. ഇപ്പോൾ ഇത്രയും പഴത്തിന് ഈ ഒരു മുട്ട മതിയാകും. അപ്പോൾ ചെറിയ മുട്ടയാണ്, നിങ്ങൾക്കിത് മതിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മുട്ടയിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മുഴുവൻ പഴവും നമുക്ക് മുട്ടയിൽ മുക്കിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ എന്ന് പറയുമ്പോൾ ഇത് ചെറിയ സേമിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ സേമിയാണെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ആ മുട്ടയിൽ മുക്കിയ പഴം ഈ ഒരു സേമിയയിൽ ഇട്ടിട്ട് മുഴുവനായിട്ട് സേമിയ കൊണ്ട് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു പഴം ഒട്ടും തന്നെ കാണാത്ത വിധത്തിൽ സേമിയ കൊണ്ട് ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ സേമിയ കൊണ്ട് കവർ ചെയ്യുന്ന സമയത്ത് ഇതൊരു നെസ്റ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ കിളിക്കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ പഴവും സേമിയ കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്യുന്നതിന് പകരം ഒരു 5-6 ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു നല്ല വലിയ പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് ഈ ഒരു പഴം മുങ്ങുന്ന വിധത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. കാരണം ഇത് പെട്ടെന്ന് തയ്യാറായിട്ട് വരും. ഇതിൻ്റെ ഉൾഭാഗമൊന്നും കുക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതും കട്ട്ലറ്റിലും ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എണ്ണ പെട്ടെന്ന് മോശമാവും, കറുപ്പടിക്കും. അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒരേ കളറിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1-2 തവണ ഇതുപോലെ ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിനൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കായ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.